തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന് ഏറെ പ്രിയപ്പെട്ടവരെ, ശാലോം ടിവി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏതൊരു കാര്യത്തിനും ഒരു ഒരുക്കം ആവശ്യമില്ലേ? നമ്മൾ പല കാര്യത്തിനും ഒരുങ്ങിയാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. ഒരു യാത്ര പോവുകയാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഒരു ഒരുക്കമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തമ്പുരാൻ്റെ വചനം പ്രഘോഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനൊരുങ്ങിയ വന്നിരിക്കുക. അതുപോലെ തന്നെ അത് ശ്രവിക്കാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്കും ഒരാത്മീയമായ ഒരുക്കം ആവശ്യമുണ്ടെന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ നമുക്കറിയാം, ഈ ഒരുക്കത്തോടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടാതിരിക്കുകയില്ല. നമ്മൾ സുഭാഷിതങ്ങൾ 16-20 നമ്മൾ വായിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം ആദരിക്കുന്നവൻ ഉത്കൃഷ്ടം നേടും, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകിയെന്ന് അറിയപ്പെടും. ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് വലിയൊരു ഭാഗ്യമാണ്. ദൈവം നമ്മളെ അതിനുവേണ്ടി ഒരുക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ഒരുക്കി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശാലോമിൽ ഒരുപാട് നല്ല പരിപാടികളില്ലേ? എല്ലാ വിഭാഗക്കാർക്കും ഉതകുന്ന ഒരുപാട് ആത്മീയ, അതോടൊപ്പം തന്നെ വൈജ്ഞാനിക മേഖലയിൽ തൊട്ടു നിൽക്കുന്ന ഒത്തിരി നല്ല പരിപാടികൾ ശാലോം ടിവി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ഉണർവിനും ആത്മീയമായ വളർച്ചയ്ക്കും ഉതകുന്ന ഒട്ടേറെ കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വചനം തിരുവചനം. നമ്മൾ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ 119-ാം സങ്കീർത്തനത്തിൽ 9-ാമത്തെ വാക്യം യുവാക്കന്മാരും യുവതികളോടും പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ കൂടുതൽ സൗന്ദര്യമുള്ളവരാകണമോ? എങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക. സൗന്ദര്യം വർദ്ധിക്കാൻ ദൈവവചനം സഹായിക്കുന്നുവെന്ന സങ്കീർത്തകൻ നമ്മോട് പറയുക. ഞാൻ അറിവ് നേടുന്നത് ഈ വചനത്തിലൂടെയാണ് എന്ന് സങ്കീർത്തകൻ വീണ്ടും പറയും. 119-ാം സങ്കീർത്തനത്തിലെ 105-ാമത്തെ വാക്യം നമ്മൾ എടുക്കുമ്പോൾ ഈ വചനം നമ്മുടെയൊക്കെ പാദങ്ങൾക്ക് വിളക്കും, നമ്മുടെയൊക്കെ വഴി പ്രകാശവുമായി നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് ധ്യാനപൂർവ്വം എല്ലാവർക്കും കടന്നു വരാം. പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും ഹൃദയമൊരുക്കി ഇതിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആത്മീയമായ നന്മകൾ, ഭൗതികമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഹൃദയമൊരുതിൽ പങ്കുചേരാനായിട്ട് ശ്രമിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം തമ്പുരാനോട്. കണ്ണുകളൊക്കെ അടച്ച് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധാത്മ വെളിച്ചത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ തമ്പുരാനെ, ഞങ്ങൾ ഈ ശുശ്രൂഷ നിൻ്റെ മുമ്പിൽ ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള വെളിച്ചവും കൃപയും സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വചനം കൊണ്ട് ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കായി വചനമെന്നും സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളും അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നമ്മുടെ ധ്യാനത്തിന് ആധാരമായിട്ട് നമ്മൾ എടുക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയാലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിലുള്ള ഏതാനും വാക്യങ്ങളാണ്. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. 3 കാര്യങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കണമെന്ന് പറയുക. നമുക്കതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, ഫിലിപ്പിയ സഭയിലെ ആളുകൾക്ക് ഒത്തിരി പ്രാർത്ഥന ആവശ്യമുള്ളതുപോലെ നമുക്ക് തോന്നും അദ്ദേഹം ഇതൊക്കെ പറയുമ്പോൾ. പ്രാർത്ഥനയിലൂടെ വേണം നമ്മൾ ദൈവകൃപ സ്വീകരിക്കാൻ എന്ന് അദ്ദേഹം പറയുക. അതുപോലെ തന്നെ അപേക്ഷയുണ്ട്. പ്രാർത്ഥനയും അപേക്ഷയും ചെറിയ ഒരു സട്ടിൽ ഡിഫറൻസേ ഉള്ളൂ തങ്ങളിൽ. ഇത് നമുക്ക് തോന്നിയാൽ പോലും പ്രാർത്ഥന എന്താണ്, അപേക്ഷ എന്താണ്, കൃതജ്ഞതാ സ്തോത്രം എന്താണ്,
ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കിതെല്ലാം ഉൾച്ചേർക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കുറച്ചുകൂടി റിച്ചായിത്തീരും, കുറച്ചുകൂടെ കനകഗംഭീരമായ ഒന്നായിട്ട് തീരും. ഒത്തിരി ഗൗരവം അതിന് കിട്ടും. നമ്മൾ അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ 3 കാര്യങ്ങൾ, വ്യത്യസ്ത കാര്യം നമ്മൾ എടുക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ, ദൈവത്തെ കേൾക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ഞാൻ കേൾക്കുന്നു. നമ്മുടെയൊക്കെ സ്വഭാവം എന്താണെന്നറിയാമോ? എപ്പോഴും അങ്ങോട്ട് റേഡിയോ ചെയ്യുന്നത് പോലെ, റേഡിയോ എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റേഡിയോ ഒന്നും അങ്ങോട്ട് കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെ നമ്മൾ ദൈവത്തെ എന്തോ ഒക്കെ പറഞ്ഞ് കേൾപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് പോകുന്ന, അങ്ങോട്ട് സംസാരിക്കുന്ന ഒരു ശൈലി നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. അത് വേണ്ട എന്നോ അത് അപ്രസക്തമാണെന്നും അല്ല പറയുക. പക്ഷേ അതിനപ്പുറം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ കൂടി കേൾക്കാനുള്ള നമ്മുടെ സന്നദ്ധതയുടെ ഒരു തലത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തലയ്ക്കല്ല പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർത്തിരിക്കണം. തല കൊണ്ടല്ല പ്രാർത്ഥിക്കുക, ഹൃദയമാണ് പ്രാർത്ഥനയുടെ കേന്ദ്രം. നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ നിന്ന് മനോഹരമായ നിർവചനം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് കേൾക്കും. ഹൃദയവികാരങ്ങൾ ദൈവപാദങ്ങളിൽ ചൊരിയുന്നതാണ് പ്രാർത്ഥനയെന്ന്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് അവിടെ കെട്ടിക്കിടക്കുന്നതോ നമ്മൾ വേദനയോടെ ചിന്തിക്കുന്നതായ കാര്യങ്ങളെയെല്ലാം ദൈവപാദങ്ങളിലേക്ക് ചൊരിയുകയാണ് പ്രാർത്ഥന എന്ന് ഹന്ന എന്ന് പറയുന്ന സ്ത്രീ പറയുകയാണ്. ഇത്ര മനോഹരമായ നിർവചനം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയവികാരങ്ങൾ ദൈവപാദങ്ങളിൽ ചൊരിയുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഹൃദയവും പ്രാർത്ഥനയും തമ്മിലൊരു പാരസ്പര്യം എന്ന് പറയുന്നൊരു കാര്യം അതിനകത്ത് കിടപ്പുണ്ട്. ഇത് രണ്ടും ഒന്നിച്ചു പോകുന്നതാണ്. അതോടൊപ്പം നമുക്ക് കാണാൻ പറ്റും നമ്മുടെയൊക്കെ കുർബാനയിൽ എന്താ, ഹൃദയവികാരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തുവിൻ എന്നാണ് പറയുക. ലാറ്റിൻ കുർബാനയിലും സൂറോ മലബാർ കുർബാനയിലും ഒക്കെ എല്ലായിടത്തും ഉണ്ടത്. ഹൃദയവികാരങ്ങൾ ദൈവസ്ഥലത്തേക്ക് ഉയരുന്നതാണ് പ്രാർത്ഥന. നമ്മൾ വളരെ ചെറുപ്പത്തിലേ പഠിച്ചിരിക്കുന്ന ഒരു നിർവചനം അതൊക്കെ തന്നെയാണ്. വളരെ മനോഹരമാണ് ആ നിർവചനവും, അർത്ഥപൂർണ്ണമാണെന്ന് നമുക്കറിയാൻ പറ്റും. ഗാന്ധിജി പറയും, ഹൃദയമില്ലാതെ ഒരാൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. അദ്ദേഹം പറയും, 1000 വാക്കുകളുണ്ടായിരുന്നിട്ട് ഹൃദയമില്ലാതിരിക്കുന്നതിനും ഭേദം ഒരു വാക്ക് പോലും ഉണ്ടാവാതെ ഹൃദയമുണ്ടായിരിക്കുന്നതാണ് എന്ന്. അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവൃത്തിയാണ് ഈ പ്രാർത്ഥന എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമുക്കൊരിക്കലും ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. പക്ഷേ ഹൃദയത്തിലേക്ക് നോക്കും നമ്മൾ തമ്പുരാനെ, ഈശ്വരനെ കാണും. അങ്ങനെ ഒരു മനോഹരമായ പാട്ടിൽ, ഈശ്വരനെ തേടി ഞാൻ നടന്നു, അതിൻ്റെ അവസാനം ഹൃദയത്തിലേക്ക് ഞാൻ തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരൻ്റെ വാസം, അവിടെയാണ് ഈശ്വരൻ്റെ രൂപം. അപ്പോൾ ഹൃദയത്തിലേക്ക് നമ്മൾ തിരിയുകയാണ്. നമ്മൾ തമ്പുരാനോട് സംസാരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവിൻ്റെ വചനങ്ങൾ, കർത്താവിൻ്റെ സംസാരം, സ്വരം കേൾക്കാൻ നമ്മുടെ കാതുകൾ ദൈവപാദങ്ങൾ തുറന്നിരിക്കുക. തമ്പുരാനാ തുറക്കും നമുക്കറിയണം. ലൂക്കായുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ വാക്യത്തിൽ മനസ്സ് തുറന്നു എന്നാണ് പറയുക. വചനം കേൾക്കാൻ അവൻ മനസ്സുകൾ തുറക്കുക, സ്ത്രീഹന്മാരുടെ മനസ്സ് തുറന്നു എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ ദൈവത്തെ കേൾക്കാൻ സന്നദ്ധരാകണം. ഇതൊരു വൺ വേ ട്രാഫിക് അല്ല, അങ്ങോട്ട് മാത്രം പോകുന്നതല്ല, തിരിച്ചിങ്ങോട്ടൂടെ വരുന്നൊരു കാര്യമായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തമ്പുരാനെ കേൾക്കാൻ നമുക്ക് നിശബ്ദത ആവശ്യമാണ്. ഒത്തിരി നിശബ്ദത, ഒത്തിരി ധ്യാനം നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ ശബ്ദകോലാഹലങ്ങളുടെയൊക്കെ മധ്യയാണ് പ്രാർത്ഥിക്കുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഒരു 3-4 കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് എടുക്കണം. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനപരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഹിയറിംഗ് എന്ന് പറയുന്ന കാര്യമാണ്. ഹിയറിംഗ്, ശ്രവിക്കുകയാണ്. ഈ ശ്രവിക്കലിലൂടെയാണ് നമ്മൾ പ്രാർത്ഥനയുടെ 1-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. ദൈവം എന്നോട് എന്തു പറയുന്നുവെന്ന് ഞാൻ കേൾക്കണം. ഇപ്പോൾ ഒരു വഴിയെ നമ്മളൊക്കെ പോകും, നമ്മുടെയൊക്കെ പേര്, നമുക്ക് എല്ലാവർക്കും ഒരു പേരുണ്ടല്ലോ. പെട്ടെന്ന് ആ പേരാരെങ്കിലും വിളിക്കുക, ആ പേരാരെങ്കിലും പറയാമെന്ന് വിചാരിച്ചോളൂ, നമ്മൾ ഉടനെ തിരിഞ്ഞു നോക്കുക ആ വ്യക്തിയുടെ നേരെ, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക്. എൻ്റെ പേര് ആരോ പറഞ്ഞല്ലോ, അതായി ശ്രവിക്കൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള അനൗൺസ്മെൻറ്റ്സൊക്കെ നടത്താറുണ്ട്. അതങ്ങനെ മൈക്കിൽ പറഞ്ഞുകൊണ്ട് പോകുന്നു. നിങ്ങളോ ഞാനോ അത്ര കീനായിട്ട് ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. ശ്രവിക്കുന്നു എന്ന് പറയുന്ന ഒരു നമുക്ക് പറയാം ഒരു ശാരീരികമായ കാര്യമാണ്. പക്ഷേ ശ്രവിച്ചാൽ മാത്രം പോരാ, അതിനങ്ങേപ്പുറത്തേക്ക് നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ശ്രവിക്കണം. ഒന്നാമതായിട്ട് ദൈവം എന്നോട് എന്തു പറയുന്നു, എപ്പോഴും പറയുന്നു എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ളൊരു സന്നദ്ധത, അത് പ്രാർത്ഥനയുടെ 1-ാമത്തെ തലമാണ്. അങ്ങേ ദാസനിതാ കേൾക്കുന്നു എന്ന് പറയുന്ന വചനഭാവം നമുക്കറിയാം. അങ്ങയുടെ ദാസൻ കേൾക്കാനാണ് തയ്യാറാവുക. നിങ്ങൾ ഇസ്രായേലെ കേൾക്കുക. എപ്പോഴും നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോഴും കേൾക്കുന്ന ഒന്നാണ് ഇസ്രായേൽ കേൾക്കുക.
എൻ്റെ ജനം എന്നെ കേൾക്കുന്നില്ല എന്ന് വിലപിക്കുന്ന തമ്പുരാനെ നമുക്ക് യേശയ്യായുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ദൈവത്തെ കേൾക്കാൻ സാധിക്കുക, കേട്ട് 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 ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നൊരു അനുഭവം നമുക്കുണ്ട്. ദൈവം അതിനോട് സംസാരിക്കുക എന്നും അറിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയും. കാരണം ഒരുപാട് ശബ്ദങ്ങൾ നമ്മുടെ ചുറ്റും നമ്മുടെ ഉള്ളിലുമുണ്ട്. ഒത്തിരി ശബ്ദങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കഠിനമായ ഏകാന്തതയിലേക്കൊക്കെ പോകണം. ഏകാന്തതയിലേക്ക് പോയ വിശുദ്ധന്മാരുടെ കഥകളൊക്കെ നമുക്ക് ഒരുപാടറിയാം. അങ്ങനെ എന്തുകൊണ്ടാണ് അവർ ഏകാന്തതയിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ, ഈ ശബ്ദകോലാഹലങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയണം. ഓരോ കാര്യത്തിൽ തമ്പുരാൻ എന്നോട് എന്ത് സംസാരിക്കുന്നു എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഏകാന്തതയിലേക്ക്, നിശബ്ദതയിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്പർ 1 എന്ന് പറയുന്നത് ഹിയറിങ്, അത് ശ്രവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഈ ശ്രവിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ലിസണിങ് എന്ന് പറയുന്നതാണ്. ലിസൺ ചെയ്യുക. അല്പം വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞൊരു സട്ടിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് കേൾക്കുക മാത്രമല്ല, ശ്രദ്ധിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇന്നർ മീനിങ്, അന്തരാർത്ഥങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, ലിസൺ ചെയ്യണം. അതുകൊണ്ട് ആ സ്കൂളിലൊക്കെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ ലിസൺ പ്ലീസ് എന്നൊക്കെ പറയും. അവർ പല ശബ്ദങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തുനിന്ന് അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ശബ്ദം പറയുന്ന കാര്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലിസണിങ് ആവശ്യമായിരിക്കുന്നത്. ഇന്ന സമയത്ത് ഇന്ന കാര്യം എൻ്റെ തമ്പുരാൻ എന്നോട് പറഞ്ഞു എന്ന് പറയത്തക്കവണ്ണം തമ്പുരാൻ്റെ സ്വരം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന കേൾക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് ലിസൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവത്തെ കേട്ടിരിക്കുക, ശ്രദ്ധിക്കുകയെന്ന് പറയും. ആ ശ്രദ്ധ കേൾവിയുടെ 2ാം പടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് 3ാമത്തെ പടി എന്ന് പറയുക. അത് ഡിസേണിങ് എന്ന് പറയും. അതായത് വിവേചിച്ചറിയുക. ഒരുപാട് ശബ്ദങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെ നിന്നൊക്കെ കേൾക്കും. പക്ഷേ ഇന്ന കാര്യം ഇന്നതുപോലെ ഞാൻ ചെയ്യേണ്ടതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഡിസേണിങ്, വിവേചിച്ചറിയുന്ന ഒരു മണ്ഡലം എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് ഭൗതിക കാര്യമാകാം, മറ്റ് ആത്മീയ കാര്യമാകാം, പ്രാർത്ഥനയുടെ കാര്യമാകാം. നമുക്ക് ഈ ഡിസേണിങ് എന്ന് പറയുന്ന തിരിച്ചറിയുന്ന, വിവേചിച്ചറിയുന്ന ഒരു മണ്ഡലവും നമുക്ക് ആവശ്യമാണ് പ്രാർത്ഥനയിൽ. എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ടൊരു കാര്യം പറയുന്നു എന്നുള്ളതല്ല. കർത്താവ് എന്നോട് ഈ പ്രതിസന്ധിയിൽ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ, ഈ വിഷമഘട്ടത്തിൽ, ഈ സഹനത്തിൽ എന്നോട് എന്താ പറയുക എൻ്റെ തമ്പുരാൻ? അതുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ സ്വരം കൃത്യതയോടുകൂടി വിഭജിച്ചറിയാൻ വേണ്ടി ഞാൻ വീണ്ടും കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ഡിസേണിങ് അല്ലെങ്കിൽ വിവേചിക്കുന്ന ഒരു മണ്ഡലം കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് നമുക്ക് തിരിച്ചറിയണം. നമുക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടൊക്കെ ഇതേക്കുറിച്ച് ചിന്തിക്കും, അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അവസാനത്തെ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റിംഗ് എന്ന് പറയും. പ്രവൃത്തിയിലാക്കുക. അതാണ് 4ാമത്തെ തലമെന്ന് പറയുക. ഉൽപ്പത്തി പുസ്തകം 12ാമത്തെ അധ്യായത്തിൽ ദൈവം വിളിക്കുക അബ്രാഹത്തെ, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം അദ്ദേഹം കേട്ടു. ഹേർഡ് ദി വോയിസ് ഓഫ് ഗാഡ്. 2, അത് ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞു, ലിസൺ ചെയ്തു. 3, എന്താണ് പറയുന്നതെന്ന് അബ്രാഹം വിവേചിച്ചറിഞ്ഞു. പിന്നെ അബ്രാഹം ദൈവം എന്ത് കൽപ്പിച്ചുവോ അതിനു വേണ്ടി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. ഇതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ മൂർധന്യാവസ്ഥ നിൽക്കുന്നൊരു സംഭവം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 22ാമത്തെ അധ്യായത്തിലാണ്. അവിടെ ദൈവം അബ്രാഹത്തോട് വീണ്ടും സംസാരിച്ചു, നിൻ്റെ മകനെ എനിക്ക് ബലിയർപ്പിക്കണം. നമുക്കറിയാം ഹൃദയഭേദകമായ ഒരു ആവശ്യപ്പെടലായിരുന്നു അത് എന്ന്. അപ്പോൾ അബ്രാഹത്തെ ദൈവം വിളിച്ചെങ്കിൽ, അബ്രാഹത്തിന് ദൗത്യം ഏൽപ്പിക്കുന്നെങ്കിൽ അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതിനെ ആ ദൈവം പറഞ്ഞ കാര്യം ഹൃദയഭേദകമായ ഒരപ്പൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് എങ്കിൽ പോലും ദൈവം പറഞ്ഞതല്ലേ, ദൈവത്തിൻ്റെ ആജ്ഞയല്ലേ, ദൈവത്തിൽ ഗാഠമായി വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല. ഒരുപാട് കാലം കാത്തിരുന്നിട്ട് ജനിച്ച ഒരു മകനെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ ഇനിയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ തനിക്ക് മക്കളെ തരാൻ കഴിവുള്ളവനാകും ആണ് എൻ്റെ ദൈവം എന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ പേരിൽ അദ്ദേഹം തൻ്റെ മകനെ ബലിയർപ്പിക്കുന്നതിന് കൊണ്ടുപോകുകയാണ്. 4th ഡയമെൻഷൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. വിശ്വാസത്തിൻ്റെ അത്ഭുതരേഖ, ഒരു പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന ഒരു കൊറിയൻ ഭാഷ എഴുതിയൊരു പുസ്തകം. നല്ലൊരു പുസ്തകം. അദ്ദേഹം കേരളത്തിലൊക്കെ ഒരു കാലത്ത് വന്നിരുന്നു. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം അബ്രാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസം എന്ന് പറയുന്നത് വളരെ ആഴമുള്ളതായിരുന്നു, ഉറപ്പുള്ളതായിരുന്നു, ഇല്ലാത്തതായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അദ്ദേഹം എന്ത് ചെയ്തു? ദൈവത്തിനങ്ങ് വിശ്വസിച്ചു.
അപ്പോൾ അദ്ദേഹം പറയുന്ന അത്ഭുതം നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ. ദൈവം ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ശാരീരിക ശേഷി ഈ വിശ്വാസത്തിലൂടെ അദ്ദേഹത്തിന് നൽകി. അങ്ങനെ കിട്ടിയ മകനെയാണ് ദൈവം ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുക. ദൈവത്തിൻ്റെ സ്വരം കേട്ടു, അത് ശ്രദ്ധിച്ചു, അത് വിവേചിച്ചറിഞ്ഞു, അത് പ്രാവർത്തികമാക്കാൻ അബ്രാഹാം തയ്യാറായി എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ജ്ഞാനവൃദ്ധൻ്റെ ജീവിതത്തെ നമ്മൾ അങ്ങനെ പഠിച്ചറിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ തന്നെ പ്രാർത്ഥനയുടെ തലത്തിൽ നമുക്കുണ്ടാകേണ്ടത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പൗലോസ് നമ്മോട് പറയുന്നത് അപേക്ഷകളാണ്, യാചനകളാണ്. യാചിക്കണം, നമ്മൾ ചോദിച്ചോളാൻ പറഞ്ഞില്ലേ. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 11 വായിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യതയോടെ അതിൽ കാണുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ച ശേഷം ഗുരുവായ യേശു തൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹമോ അല്ലെങ്കിൽ അത് അനുഗ്രഹം ചോദിച്ചു വരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ് ചോദിച്ചോളൂ, ഒന്നും നിങ്ങൾ ശങ്കിക്കേണ്ട കാര്യമില്ല, എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കൃത്യതയോടെ പറഞ്ഞിട്ട് പറയും, നിങ്ങൾ അപേക്ഷിക്കണം. ഇനി രണ്ടാം ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക, ഇനി പ്രാർത്ഥിച്ച് മടുത്തവരുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പ്രാർത്ഥിച്ചു, അത് പ്രാർത്ഥിച്ചതുപോലെ നടന്നില്ല, അതുകൊണ്ട് ഇപ്പം മടുപ്പ് തോന്നുകയാണ്, അതുകൊണ്ട് പ്രാർത്ഥനയെ അവസാനിപ്പിച്ചിട്ട് പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കും അങ്ങനെയുള്ള ചെറിയ അനുഭവമൊക്കെ ഉണ്ടായിട്ടില്ലേ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ പറയും, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് എന്ന്. ചിലപ്പോൾ തോന്നിപ്പോകും, തോന്നരുതെന്ന് പറഞ്ഞാൽ പോലും തോന്നിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടായെന്നൊക്കെ വരാം. എന്തുകൊണ്ടാണ് അങ്ങനെ മടുപ്പ് തോന്നുക? ആഗ്രഹിച്ചതുപോലെ എൻ്റെ പ്രാർത്ഥന ഫലവത്തായി തീർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് തോന്നുക. നമുക്കറിയാം, കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26-39 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഗെത്സമൻ തോട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, മുട്ടുകുത്തുന്ന് പ്രാർത്ഥിക്കുന്ന, ഈ കാസ ഇവിടുന്ന് മാറിപ്പോകണമേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവപുത്രനായ യേശുതമ്പുരാൻ തൻ്റെ മാനുഷികത മുഴുവൻ നുറുങ്ങി നിൽക്കുന്ന അവസരമായിരുന്നു അത്. വരാൻ പോകുന്ന സഹനങ്ങളെ മുഴുവൻ ഒരു ഫിലിമിൽ എന്നതുപോലെ തൻ്റെ കൺമുമ്പിൽ ഈശോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇതൊന്നും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല. പക്ഷേ അതിന് മറുവശത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇനി ആഗ്രഹിച്ചതുപോലെ കിട്ടിയില്ലെങ്കിൽ, ഞാൻ ആഗ്രഹിച്ചതുപോലെ കിട്ടിയില്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ചതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു സമ്പൂർണ്ണമായ സമർപ്പണത്തിന് തയ്യാറാകുന്ന ക്രിസ്തു, അതൊരു വല്ലാത്ത ചിത്രമാണ്. മനുഷ്യരായ നമുക്കൊക്കെ ഒരു പക്ഷേ അത്രയൊന്നും എത്തി നിൽക്കാൻ പറ്റിയില്ലെന്നിരിക്കും. ഇവിടെ നമ്മൾ കാണുന്നതിനാണെന്നറിയാം, തൊട്ടങ്ങേപ്പൊരു വാചകമുണ്ട്, ഒരു മാലാഖ കർത്താവിനെ ശക്തിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഒരു മാലാഖ വന്ന് കർത്താവിനെ ശക്തിപ്പെടുത്തി. ദൈവം ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപയും ശക്തിയും യേശുവിൻ്റെ മനുഷ്യത്വത്തിലേക്ക് എത്തി നിൽക്കുകയാണ്, കടന്നു വരികയാണ്. അങ്ങനെയാണ് ദൈവഹിതത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ട് ആത്മാർപ്പണം ചെയ്തുകൊണ്ട് പിതാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ക്രിസ്തു. അപ്പോൾ ഇവിടെ നമ്മൾ കാണും യാചനയ്ക്ക് തന്നെ മറ്റൊരു തലമുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണ്ട എന്നല്ല പറയുക, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു താല്പര്യം കൂടെ നമുക്കുണ്ടാകുമ്പോൾ ദൈവം പിന്നെ നയിച്ചുകൊള്ളും. നമ്മുടെ ഏത് പ്രതിസന്ധിയെയും, ഏത് സങ്കടത്തെയും, ഏത് ദുഃഖത്തെയും ഒക്കെ നമുക്ക് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നമ്മുടെ കരങ്ങളിൽ നിന്ന് ചരട് പൊട്ടിയ പട്ടം പോലെ ഇത് വിട്ടു, തമ്പുരാൻ്റെ കരങ്ങളിലായി. അപ്പം ദൈവം ഏറ്റെടുത്തോളൂ അത്. അങ്ങനെയല്ലേ പല കാര്യങ്ങളും നടന്നു കിട്ടുക നമുക്കൊക്കെ. നമുക്കതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ഇങ്ങനെ ഒരു ഏൽപ്പിച്ച് കൊടുക്കലിൻ്റെ ഒരു തലമുണ്ട്. നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ കാര്യം ഞാൻ ആഗ്രഹിച്ച് നടക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച് വാശി പിടിച്ച് നടന്നാൽ ദൈവം അവിടെ പ്രവർത്തിക്കില്ല. അതേസമയം ദൈവകരങ്ങളിലേക്ക് എൻ്റെ പ്രതിസന്ധികളെ, എൻ്റെ വിഷമങ്ങളെ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ താല്പര്യങ്ങളൊക്കെ ഞാൻ വിട്ടുകൊടുത്തു കഴിയുമ്പോൾ ദൈവം അതെടുക്കും, ദൈവം ആശീർവദിക്കും, ദൈവം നമുക്ക് തിരികെ തരും. അപ്പോഴാണ് ദൈവകൃപ നിറഞ്ഞ ഒന്നായിട്ട് നമ്മുടെ ഓരോ പദ്ധതിയും മാറുക എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു തലം ഈ പ്രാർത്ഥനയ്ക്കുണ്ട്. അതുകൊണ്ട് തമ്പുരാന് ഇത് സമർപ്പിക്കുന്ന ഒന്നായിട്ട് മാറട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ. ഇനി എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് നിങ്ങളോ ഞാനോ എപ്പോൾ പറയാൻ സന്നദ്ധരായോ അപ്പോൾ ദൈവം പദ്ധതികൾക്ക് വേണ്ടി നമ്മളെയൊക്കെ ശക്തിപ്പെടുത്തും. പിന്നെ ശക്തി ദൈവം നൽകുന്ന ഒന്നാണ്. അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് പിടിച്ചു നിൽക്കുക. എന്തിനെ അതിജീവിക്കാൻ പറ്റി അതിജീവനത്തിൻ്റെ ശക്തിവിശേഷം നമ്മിൽ ദൈവം നിക്ഷേപിക്കും എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം.
മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. എല്ലാ കാര്യവും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. റോമാലേഖനം 12-ാമത്തെ അധ്യായം, നിങ്ങളുടെ ശരീരങ്ങളെ സജീവബലിയായി ദൈവത്തിന് അർപ്പിക്കുവിൻ, ഇതാണ് ബോധപൂർവമായ യഥാർത്ഥത്തിലുള്ള ആരാധന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു സമർപ്പണത്തിൻ്റെ മേഖലയിലേക്ക് അധികം വരാറില്ല. നമുക്കതുകൊണ്ട് ഏത് കാര്യമാകട്ടെ, നമ്മൾ മനസ്സിൽ കരുതുന്ന ഏത് നല്ല കാര്യമാകട്ടെ, നമുക്ക് ചെയ്യാനുള്ള കാര്യമാകട്ടെ, നമ്മുടെ പിടിക്കപ്പുറം നിൽക്കുന്ന കാര്യമാകട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടിയ കാര്യമാകട്ടെ, അതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എനിക്കൊരു വീട്ടമ്മ അറിയാം, ഏത് കാര്യം വന്നാലും തമ്പുരാൻ സമർപ്പിച്ചങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു റിക്വസ്റ്റുമായിട്ട് അവരെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഓർത്തു, അവസാനം പറയുന്ന അച്ഛൻ ഞാനങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഏത് കാര്യം വന്നാലും തമ്പുരാൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം കൃപ തരുമെന്നൊരു ഒരു വിശ്വാസം. എന്തുമാത്രം ദൈവത്തിന് സമർപ്പിക്കുന്നുവോ അത്രയും ദൈവം സ്വീകരിക്കും. ദൈവത്തിന് മുഴുവൻ സമർപ്പിച്ചുവോ ദൈവം മുഴുവൻ എടുക്കും. പാതി ഉണ്ടെങ്കിൽ പാതി. അതുകൊണ്ട് നമ്മുടെ സമർപ്പണമൊക്കെ മുഴുവനായിരിക്കട്ടെ. സമർപ്പിക്കുന്നിടത്തോളം കൃപ കൊണ്ട് നിറയ്ക്കുന്നവരാണ് കർത്താവെന്ന ബോധ്യം. മുഴുവൻ സമർപ്പിച്ചാൽ മുഴുവൻ, പകുതി സമർപ്പിച്ചാൽ പകുതി. അതുകൊണ്ട് നമ്മുടെ ഏത് കാര്യവും സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ നമുക്ക് ആവശ്യമാണ്. അവസാനമായിട്ട് ഞാൻ ഒരു സംഭവം പറയും. ഇങ്ങനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുടെ കഥ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന നീലം സജീവ റെഡ്ഡി നമുക്കറിയാം. അദ്ദേഹം ഒരിക്കൽ ഏതോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് മധ്യപ്രദേശത്തേക്ക് പോകാൻ തൻ്റെ ഡ്രൈവറായ സുന്ദരിയാലനോടെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ പുറപ്പെടണം. സുന്ദരിയാലെന്ന് പറയുന്ന ഡ്രൈവർ എന്ത് ചെയ്തു? അദ്ദേഹം നോക്കുമ്പോൾ ഈ മനുഷ്യൻ ചമ്പ്രം പടിഞ്ഞിരുന്ന് ഒരു മുറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രസിഡന്റ് പ്രാർത്ഥിക്കുമോ? അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി തീർന്നു. അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ ഈ സുന്ദരിയാലെന്ന് പറയുന്ന ഡ്രൈവറോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ഒരു ദിവസത്തെ സമർപ്പിച്ച്, ഒരു യാത്രയെ സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടെ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ ചരിത്രങ്ങളിലും മറ്റുള്ള ജീവിതങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നന്ദിയോടുകൂടി പ്രാർത്ഥിക്കാനാവട്ടെ. പൗലോസ് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും, കൃതജ്ഞതാ സ്തോത്രം ചെയ്യണം. കിട്ടിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നന്മകൾ നിങ്ങൾക്കും എനിക്കൊക്കെ കിട്ടും. നമ്മൾ പലപ്പോഴും നന്ദിയില്ലാതെയാണ് പ്രാർത്ഥിക്കാറുള്ളത്. അത് സ്തുതി പറഞ്ഞ് പ്രാർത്ഥിക്കാറ്. അത് സ്തുതിക്കും സ്തോത്രത്തിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. ദൈവം നൽകുന്ന ഓരോ നന്മയ്ക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ നന്മകൾ നമ്മൾ ഉറയ്ക്കും എന്നൊരു ആധ്യാത്മിക തത്വമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് സ്തുതി പറഞ്ഞും കൂടി പ്രാർത്ഥിക്കാനാവട്ടെ. ദൈവത്തിന് നന്ദി പറഞ്ഞ് കിട്ടിയ എല്ലാ കൃപകളും നന്ദി പറഞ്ഞൊക്കെ ഒന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ തലങ്ങളിലേക്കൊക്കെ നമുക്ക് കൂടുതൽ വളരാനാവട്ടെ. ഈ വചനങ്ങളിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള പ്രേരണയോ ഒക്കെ നിങ്ങൾക്ക് തമ്പുരാൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരെ പോലെ പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞങ്ങൾ നിൻ്റെ തിരുമുമ്പിൽ ആയിരുന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ പതിവായിട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അല്പം കൂടി ഉയർച്ചയും വളർച്ചയും തന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണമേ. ഏത് പ്രധാനപ്പെട്ട കാര്യത്തിന് മുമ്പിലും നിന്നെ കേൾക്കാനും ശ്രദ്ധിക്കാനും വിവേചിച്ചറിയാനും നീ പറയുന്ന കാര്യങ്ങൾ നിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് അത് പ്രവൃത്തിയിലാക്കുവാനും പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവമേ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ പ്രത്യേകമായ നിയോഗങ്ങളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.